ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഒരു സ്ത്രീയുടെ ലൈഫ് അതെത്ര മനോഹരമായിരിക്കും. അവളൊരു മകളാണ്, ഒരു ഭാര്യയാണ്, ഒരു ഉമ്മയാണ്, ഒരു സഹോദരിയാണ്. എന്നാൽ ഇതെല്ലാം തുടങ്ങുന്നതിന് മുൻപ് അവൾ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്. പലപ്പോഴും ഒരു സ്ത്രീ രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുട്ടികളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, വീട്ടിലെ ജോലികൾ, ബന്ധുക്കൾ, ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ അവളുടെ ദിവസം തന്നെ തീരും. പക്ഷേ ഈ ഒരു തിരക്കുകൾക്കിടയിൽ ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക: ഇന്ന് എൻ്റെ റബ്ബുമായുള്ള ബന്ധം ഇന്നലത്തതിനേക്കാൾ ശക്തമായോ എന്ന്? ഈ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. കാരണം നാം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തിരക്കിലാണ്. എന്നാൽ ലൈഫിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തന്നെ ഓർക്കാൻ മറക്കുന്നു. ഒരു മുസ്ലിം സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം മുഖത്തല്ല, വില കൂടിയ വസ്ത്രങ്ങളിലല്ല, ആഭരണങ്ങളിലല്ല. അവളുടെ ഹൃദയം അള്ളാഹുമായി എത്ര അടുത്താണെന്നതാണ് അവളുടെ ഏറ്റവും വലിയ ഭംഗി. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീ ദിവസവും ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 7 രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഇത് പലപ്പോഴും നാം അവഗണിച്ചു പോകുന്ന ലൈഫിനെ മാറ്റിമറിക്കുന്ന ശീലങ്ങളാണ്. ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായി ലൈഫിൻ്റെ ഭാഗമാക്കിയാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും, വീട്ടിൽ ബർക്കത്ത് വർദ്ധിക്കും, പ്രയാസങ്ങളെ നേരിടാൻ കരുത്ത് ലഭിക്കും. സോ നമുക്ക് ആദ്യ രഹസ്യത്തിലേക്ക് കടക്കാം. 1. ദിവസത്തിൻ്റെ തുടക്കം അള്ളാഹുവിനെ ഓർത്ത് തുടങ്ങുക. ഒരു ദിവസം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും അതിൻ്റെ തുടക്കമാണ്. കണ്ണു തുറന്ന ഉടനെ പലരും എന്താണ് ചെയ്യുന്നത്? ഫോൺ എടുക്കും, നോട്ടിഫിക്കേഷൻസ് നോക്കും, മെസ്സേജുകൾ തുറക്കും, സോഷ്യൽ മീഡിയയിൽ കയറും. അങ്ങനെ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീയുടെ ദിവസം അങ്ങനെയല്ല തുടങ്ങേണ്ടത്. കണ്ണു തുറന്ന ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുക. അവൻ നമുക്ക് വീണ്ടും ഒരു ദിവസം ജീവിക്കാൻ അവസരം തന്നുവെന്ന് ഓർക്കുക. ഇന്ന് ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയും അള്ളാഹുവിൻ്റെ പ്രീതി നേടാനുള്ള മാർഗമാകട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അടുക്കളയിൽ പാചകം ചെയ്യുന്നതും ഇബാദത്താകാം, കുട്ടികളെ നോക്കുന്നതും ഇബാദത്താകാം, ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യുന്നതും മാതാപിതാക്കളെ പരിചരിക്കുന്നതും ഇബാദത്താക്കി മാറ്റാം. പക്ഷേ അതിന് നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്നാണ്. ഒരു സ്ത്രീ രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന സാധാരണ ജോലികൾ പോലും നല്ല നിയ്യത്തോടെയാണെങ്കിൽ അവൾക്ക് പ്രതിഫലം ലഭിക്കും. 2. നിസ്കാരത്തെ ലൈഫിൻ്റെ കേന്ദ്രമാക്കുക. ഒരു മുസ്ലിം സ്ത്രീയുടെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിസ്കാരമാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചില ദിവസങ്ങളിൽ മനസ്സ് തകരും, ചിലപ്പോൾ ആരും മനസ്സിലാക്കാത്ത അവസ്ഥ വരെ വരാം, ചിലപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ വരാം. അത്തരം സമയങ്ങളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ അടുത്തല്ല, അവൻ്റെ അടുത്താണ് സമാധാനമെന്നാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീക്ക് ദിവസം 5 പ്രാവശ്യം തൻ്റെ റബ്ബുമായി സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു. ആ ഒരു അവസരം നാം വെറും ഒരു കടമയായി മാത്രം കാണരുത്, അത് അള്ളാഹുവിൻ്റെ ക്ഷണമാണ്. നിസ്കാരം വേഗം തീർക്കാനുള്ള ഒരു ജോലിയല്ല, മനസ്സിനെ ശാന്തമാക്കാനുള്ള സമയമാണ്. സുജൂദിൽ തലകുനിയുമ്പോൾ ലോകത്ത് മറ്റാരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങൾ പോലും അള്ളാഹുവിനോട് പറയാം. കാരണം അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു, അവൻ കരുണ കാണിക്കുന്നു. 3. ഖുർആനുമായി ദിവസവും ബന്ധം നിലനിർത്തുക. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാകും, പക്ഷേ എല്ലാ ദിവസവും അത് തുറക്കാറുണ്ടോ? ചിലപ്പോൾ ദിവസങ്ങൾ കടന്നു പോകും, ഖുർആൻ ഓതാൻ സമയം കിട്ടിയില്ലെന്ന് നാം പറയും. പക്ഷേ ചിന്തിച്ചു നോക്കുക, ഫോൺ യൂസ് ചെയ്യാൻ സമയം കിട്ടുന്നു, സംസാരിക്കാൻ സമയം കിട്ടുന്നു, TV കാണാൻ സമയം കിട്ടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനത്തിന് മാത്രം സമയം കിട്ടുന്നില്ല എന്നത് ശരിക്കും സമയക്കുറവാണോ, അതോ നമ്മുടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണോ? എല്ലാവർക്കും ഒരുപോലെ ഖുർആൻ ഓതാൻ കഴിയണമെന്നില്ല. ദിവസവും കുറച്ച് ആയത്തുകളെങ്കിലും വായിച്ചാൽ മതി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മതി. പ്രധാനപ്പെട്ടത് ഖുർആനുമായുള്ള ബന്ധം കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകുക എന്നതാണ്. 4. നാവിനെ സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവങ്ങളിൽ ഒന്നാണ് നാവ്. പക്ഷേ ഏറ്റവും കൂടുതൽ നന്മയും തിന്മയും ഉണ്ടാക്കാൻ കഴിയുന്നതും അതിനാണ്. ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ഹൃദയം സന്തോഷിപ്പിക്കാം, എന്നാൽ അതേ നാവ് കൊണ്ട് മറ്റൊരാളുടെ ഹൃദയം തകർക്കാനും കഴിയും. വീട്ടിൽ കുട്ടികളോട് സംസാരിക്കുമ്പോഴും, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, അയൽക്കാരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ വാക്കുകൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പരിഹാസം, കുത്തുവാക്കുകൾ, കുറ്റം പറയൽ, പരദൂഷണം ഇവയെല്ലാം ഒരു മുസ്ലിം സ്ത്രീയുടെ സ്വഭാവമാകരുത്. സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് പോലും ഒരു ഇബാദത്താകാം.
5. എല്ലാ സാഹചര്യത്തിലും ശുക്ർ പറയുന്ന ഹൃദയം വളർത്തുക. നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളാണ്. ഇത് വേണം, അത് വേണം, ഈ പ്രശ്നങ്ങൾ മാറണം, ആ ആഗ്രഹം നിറവേറണം എന്നൊക്കെ. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ഇന്ന് രാവിലെ കണ്ണു തുറന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ശ്വാസമെടുക്കാൻ കഴിയുന്നത് ആരുടെ കരുണ കൊണ്ടാണ്? കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം, ധരിക്കാൻ വസ്ത്രം, താമസിക്കാൻ വീട്, ഇവയെല്ലാം നമുക്ക് സ്വാഭാവികമായി തോന്നാം. എന്നാൽ ലോകത്ത് എത്രയോ ആളുകൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. ഒരു മുസ്ലിം സ്ത്രീയുടെ ഹൃദയം പരാതികൾ കൊണ്ട് നിറയരുത്, നന്ദി കൊണ്ട് നിറയണം. ശുക്ർ പറയുന്ന ഒരാളുടെ ലൈഫിൽ അള്ളാഹു ബറക്കത്ത് വർദ്ധിപ്പിക്കുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 6. ആരും കാണാത്ത സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ഈമാൻ അറിയുന്നത് ആളുകൾ നോക്കുമ്പോഴല്ല, ആരും കാണാത്ത സമയത്താണ്. വീട്ടിലൊറ്റയ്ക്കായിരിക്കുമ്പോൾ, ഫോൺ കയ്യിലായിരിക്കുമ്പോൾ, സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോൾ. അപ്പോൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന ബോധം മനസ്സിലുണ്ടോ? ഇതാണ് തഖ്വ. പുറത്തുള്ള ആളുകൾക്ക് നമ്മളെ നല്ലവരായി തോന്നുക എന്നതല്ല പ്രധാനപ്പെട്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നതാണ് ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ അവസരം ലഭിക്കും. ആരും അറിയില്ല, ആരും കാണില്ല. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീ പറയും, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന്. ഈ ഒരു ചിന്ത എത്രയോ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അതുപോലെ ചെറിയ നന്മകൾ പോലും ആളുകളെ കാണിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ നാം ശ്രമിക്കണം. രഹസ്യമായി നൽകിയ ഒരു സ്വതക്ക, ആരും അറിയാതെ ചെയ്ത ഒരു ദുആ, ആർക്കും പറയാതെ ചെയ്ത ഒരു സഹായം, ഇവയെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വിലപ്പെട്ട അമലുകളാണ്. 7. എല്ലാ ദിവസവും സ്വയം വിലയിരുത്തുക. സ്വന്തം ഹൃദയം അവസാനമായി പരിശോധിച്ചത് നിങ്ങൾ എപ്പോഴാണ്? ഒരു മുസ്ലിം സ്ത്രീ ദിവസവും കുറച്ച് മിനിറ്റുകൾ സ്വയം ചോദിക്കണം. ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ? ഇന്ന് ഞാൻ ഒരു നിസ്കാരമെങ്കിലും അശ്രദ്ധമായി കളഞ്ഞോ? ഇന്ന് ഞാൻ ഖുർആനോട് ബന്ധം പുലർത്തിയോ? ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം അള്ളാഹുവിനെ ഓർത്തു എന്ന്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും. കാരണം സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ തിരുത്താൻ കഴിയൂ. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആകണമെന്നില്ല, പക്ഷേ എല്ലാ ദിവസവും ഇന്നലത്തേക്കാൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഒരു മുഅ്മിനിന്റെ ലൈഫ്. ഫ്രണ്ട്സ്, ഈ 7 കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നാം. പക്ഷേ ഈ കാര്യങ്ങൾ ലൈഫിനെ മാറ്റുമെന്നത് ചെറിയ കാര്യമല്ല. ഈ 7 കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനെ ഓർത്ത് ദിവസം തുടങ്ങുക. നമസ്കാരത്തെ ലൈഫിൻ്റെ പ്രയോറിറ്റിയാക്കി മാറ്റുക. ഖുർആനുമായി ദിവസവും ബന്ധം പുലർത്തുക. നാവിനെ സൂക്ഷിക്കുക. എല്ലാ സാഹചര്യത്തിലും ശുക്ർ പറയുക. ആരും കാണാത്ത സമയത്തും അള്ളാഹുവിനെ ഭയപ്പെടുക. എല്ലാ ദിവസവും സ്വന്തം ലൈഫ് വിലയിരുത്തുക. ഈ 7 ശീലങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വർദ്ധിക്കും. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയാകാൻ നമുക്ക് സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.